ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ കോളനികളുടെ എല്ലാം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് റവല്യൂഷണറി വാറിന്റെ അവസാനം ട്രീറ്റി ഓഫ് പാരീസിനെല്ലാം ചുക്കാൻ പിടിച്ച അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന അതേ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹം 1769കളിലൊക്കെ അമേരിക്കൻ കോളനികളിൽ പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും തന്നെ അദ്ദേഹത്തിന് ഈ മെയിൽസ് എല്ലാം അയക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള പോസ്റ്റേജസ് ഒക്കെ അദ്ദേഹം മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലോട്ടൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്, അതായത് യൂറോപ്പിലോട്ടും മറ്റും അയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കടലിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. കടലിലൂടെ, ബോട്ടിലൂടെ ആയിരുന്നു അദ്ദേഹം ഇതെല്ലാം അയച്ചുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹം ഇത്തരത്തിൽ യൂറോപ്പിലോട്ടും മറ്റും അയച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു പ്രശ്നം നേരിട്ടു. അതായത് വലിയ രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് വന്നു തുടങ്ങി. അദ്ദേഹം നോർത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലോട്ട് അയക്കുന്ന മെയിൽസ് എല്ലാം അവിടെ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ എത്തുകയാണെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബോട്ട് ഇവിടെ എത്താൻ ഏകദേശം 2, 3, ഏറിപ്പോയ 4, 5 ആഴ്ചകളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് അങ്ങോട്ട് വേഗത്തിലെത്തുമ്പോൾ, അമേരിക്കയിൽ നിന്നും യൂറോപ്പിലോട്ട് വേഗത്തിലെത്തുന്ന മെയിൽസും അല്ലെങ്കിൽ ബോട്ട്സും തിരിച്ച് ഇങ്ങോട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത് എന്നുള്ള ഒരു കംപ്ലൈന്റ് അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അദ്ദേഹത്തിന് ഈ ഡെലിവറി സിസ്റ്റംസ് ഒക്കെ വളരെ വേഗത്തിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമുണ്ട്. കാരണം അദ്ദേഹം പോസ്റ്റ് മാസ്റ്റർ ആണ്. അപ്പം അദ്ദേഹം ഇത് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. നമുക്കറിയാം, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു ഇൻവെന്റർ ആണ്, അദ്ദേഹം ഒരു റൈറ്റർ ആണ്, അദ്ദേഹം ഒരു പബ്ലിഷർ ആണ്. അങ്ങനെ നിരവധി മേഖലകളിൽ തിളങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓഷ്യൻസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല, അറ്റ്ലാന്റിക് ഓഷനാണ് അമേരിക്കയ്ക്കും യൂറോപ്പിനും അടുക്കുള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ അറ്റ്ലാന്റിക് ഓഷനിലൂടെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ ബോട്ടിൽ സഞ്ചരിക്കുകയുണ്ടായി. ഓരോ തവണ പോകുമ്പോഴും അങ്ങേര് പല രീതിയിലുള്ള മെഷർമെന്റ്സും ഒബ്സർവേഷൻസും ഒക്കെ നടത്തി. കൂടുതലായിട്ടും അദ്ദേഹം ഈ ടെമ്പറേച്ചർ മെഷർമെന്റ്സ് ഒക്കെ നടത്തിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ടെമ്പറേച്ചറിൽ ഒരു വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കടലിന്റെ പ്രതലത്തിലുള്ള ടെമ്പറേച്ചറിൽ നോർത്തേൺ അമേരിക്കയിലുള്ള ടെമ്പറേച്ചർ അല്ല യൂറോപ്പിൽ എത്തുമ്പോൾ ഉള്ളത് എന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല, അദ്ദേഹം അവസാനം ഫൈനലൈസ് ചെയ്തത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും യൂറോപ്പിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒഴുക്കുണ്ട്, ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള കറണ്ടാണ് അങ്ങോട്ട് പോകുന്ന ബോട്ടിനെ സ്പീഡപ്പ് ചെയ്യുന്നതും ഇങ്ങോട്ട് വരുന്ന ബോട്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പീഡ് ഡൗൺ ചെയ്യുന്നതും ഒക്കെ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അമേരിക്കയുടെ സൈഡിൽ നിന്നും യൂറോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കറണ്ടിനെ അദ്ദേഹം ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുകയുണ്ടായി. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഷ്യൻ കറൻസിനെ കുറിച്ചാണ്. സ്വാഗതം ബദർമാന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. സമുദ്രത്തിന്റെ പ്രതലം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്, അത് എപ്പോഴും അൺസ്റ്റേബിൾ ആണ്. അവിടെ തിരമാലകളുണ്ട്, അവിടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലും ഓഷ്യൻ കറൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയൊക്കെ ഒഴുകുന്ന പോലെ ഒരു പ്രത്യേക രീതിയിൽ അവിടുത്തെ വെള്ളം ഒരു പ്രത്യേക ദിശയിൽ ഒഴുകുന്നതിനെയാണ് ഓഷ്യൻ കറൻസ് എന്ന് വിളിക്കുന്നത്. അതൊരു പക്ഷേ വളരെ ആഴത്തിൽ, പക്ഷെ വളരെ നേർത്ത ഒഴുക്കുകളായിരിക്കാം, അല്ലെങ്കിൽ വളരെ പരക്കെ ഒഴുകുന്ന, അത്ര ആഴത്തിലല്ലാതെ ഒഴുകുന്ന ഒഴുക്കുകളുമായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഇത്തരത്തിലുള്ള കറൻസ് ഒഴുകുന്നുണ്ട്. അപ്പൊ ഇത്തരം കറൻസ് എല്ലാം അന്തരീക്ഷത്തില് ജലാംശം നിലനിർത്തുന്നതിനും അന്തരീക്ഷ വെതർ ഫോം ചെയ്യുന്നതിലും വെതറുമായി വലിയ പങ്കുണ്ട് എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ ഓഷ്യൻ കറൻസിന് ആധാരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഷ്യൻ കറൻസ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും കാറ്റാണ്. കാറ്റ് എവിടെയാണോ സ്ട്രോങ് ആയിട്ട് വീശുന്നത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓഷ്യൻ കറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഒരു മൂവ്മെന്റ് ആണ്. ഭൂമി കറങ്ങുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഭൂമിയുടെ കറക്കം പല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമ്മുടെ ഭൂമിയുടെ സർഫസിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു തരത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വേറെ തരത്തിലാണ് മൂവ് ചെയ്യുന്നത്. അത് നമ്മൾ കോറിയോളിസിസ് എഫക്ട് എന്നൊക്കെ വിളിക്കും. അപ്പം അതിനെയൊക്കെ നമുക്ക് പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കറൻസ് ഉണ്ടാക്കാൻ കാരണം. അപ്പൊ സമുദ്രനിരപ്പിലെ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇതിനകത്ത് വലിയ ഫാക്ടറാണ്. എങ്ങനെ എത്ര ടെമ്പറേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡെൻസിറ്റിയിലാണ് അവിടുത്തെ വെള്ളം ഇരിക്കുന്നത് എന്നൊക്കെ ഇതിനകത്ത് വലിയ ഫാക്ടറാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്മാൻ ഫ്ലോ എന്ന് പറയും. ഇക്മാൻ ഫ്ലോ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതും ഒരു തരത്തിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു.
അതുപോലെ തന്നെയാണ് കടലിന്റെ അടിത്തട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതും. അപ്പൊ ഇത്തരത്തിലുള്ള ഒഴുക്കിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് സർഫസ് കറണ്ട് ആണെങ്കിൽ മറ്റൊന്ന് ഡീപ് ഓഷൻ കറണ്ട് എന്ന് പറയാം. അതായത് സമുദ്രപരപ്പിലൂടെ ഒഴുകുന്ന ഒരു കറൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ആഴക്കടലുകളിലും നമുക്ക് ഇതുപോലുള്ള കറൻസ് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിന്ന് കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് കറൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ പ്രതലത്തിൽ ഉണ്ടാവുന്ന കറൻസിനെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള കറൻസിനെ എല്ലാം നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവുന്നു നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് ഇക്വേറ്ററിൽ കാണാൻ പറ്റും. അപ്പൊ ഇക്വട്ടോറിയൽ കറൻസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ചിലത് ബൗണ്ടറികളിലാണ്, കോണ്ടിനെന്റൽ ബൗണ്ടറീസിലാണ് അത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കോണ്ടിനെന്റൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ ബൗണ്ടറി കറൻസ് എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ പോൾസിൽ ഉണ്ടാവുന്ന ചില കറൻസ് ഉണ്ട്, അതിനെ നമുക്ക് പോളാർ അല്ലെങ്കിൽ സർക്കം പോളാർ കറൻസ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എവിടെ ഈ കറൻസ് ഉണ്ടാകുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നും കൂടി നോക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് സീസണലി സംഭവിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതിനെ സീസണൽ കറൻസ് എന്നും, പീരിയോഡിക്കലി സംഭവിക്കുന്നതാണെങ്കിൽ പീരിയോഡിക് കറൻസ് എന്നും, അതുപോലെ തന്നെ ഇത് ഷോർസിൽ, ഓഫ് ഷോർ അല്ലെങ്കിൽ ലോങ് ഷോർ അല്ലെങ്കിൽ ഇൻഷോറിലൊക്കെ സംഭവിക്കുന്നതാണെങ്കിൽ അത്തരത്തിലൊക്കെ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. നമ്മളിതിനെ എന്ത് തന്നെ വിളിച്ചാലും ഏറ്റവും വേഗത്തിലുള്ള കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറ്റിനെ കൊണ്ടുണ്ടാവുന്ന കറൻസ് ആണ് എന്നതാണ് സത്യം. അതായത് എത്ര വേഗത്തിൽ കാറ്റടിക്കുന്നു, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് കാറ്റടിക്കുന്നതെങ്കിൽ അതിന്റെ താഴെ ഫോം ചെയ്യാവുന്ന കറൻസിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5% ആണ് എന്നാണ് പറയാം. അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് കാറ്റടിക്കുന്നതെങ്കിൽ ഏകദേശം 25 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ താഴെയുടെ സർഫസിലുള്ള വെള്ളം ഒഴുകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്ര സ്പീഡിൽ ഈ വെള്ളത്തെ കൊണ്ടുപോകാൻ ആ കാറ്റിന് സാധിക്കും എന്നാണ് പറയാം. 10 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിവിടെ മഴ കൊണ്ടുവരുന്ന ജെറ്റിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 35 അല്ലെങ്കിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അത്ര വേഗത്തിലൊക്കെ ഒഴുകുന്ന കാറ്റുകൾക്കാണ് ഒരു കറൻസ് ഫോം ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പം നമ്മുടെ മഴ കൊണ്ടുവരുന്ന ഈ ഒരു വിൻഡ് താഴെ നമുക്ക് ഇന്ത്യൻ മൺസൂൺ ഡ്രിഫ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മൺസൂൺ കറണ്ട് നമുക്ക് ഇവിടെ അറേബ്യൻ സീയിലൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിൽ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വാം കറൻസും കോൾഡ് കറൻസും ഉണ്ട്. അതായത് ഇക്വേറ്റർ എപ്പോഴും നമുക്കറിയാം, ഇക്വേറ്റർ ഏകദേശം ചൂടായിരിക്കും, പോളിലോട്ട് ധ്രുവങ്ങളിലോട്ട് പോകും തോറും തണുപ്പായിരിക്കും നമുക്കറിയാം. അപ്പം ഇക്വേറ്ററിൽ നിന്നും ധ്രുവങ്ങളിലോട്ട് പോകുന്ന കറൻസിനെ അത് വാം കറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ധ്രുവങ്ങളിൽ നിന്നും ഇക്വേറ്ററിലോട്ട് വരുന്ന കറൻസ് എപ്പോഴും കോൾഡ് കറൻസ് ആയിരിക്കും. അങ്ങനെ വാം കറൻസും കോൾഡ് കറൻസും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇക്വേറ്ററിന് പാരലായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കറൻസും ഉണ്ട്. അതായത് ഈസ്റ്റിൽ നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇക്വട്ടോറിയൽ കറൻസ് ഉണ്ട്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഏകദേശം 20 ഡിഗ്രി വരെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കറൻസ് ഇക്വട്ടോറിയൽ കറൻസ് ആണ്. അതുപോലെ തന്നെ കൗണ്ടർ ഇക്വട്ടോറിയൽ കറൻസും ഉണ്ട്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും കിഴക്ക് നിന്നും പടിഞ്ഞാറായിട്ട് കറൻസ് ഒഴുകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് അത്രമേൽ ശക്തമല്ലാത്ത രീതിയിൽ ഒരു ഒഴുക്ക് തിരിച്ചുമുണ്ട്. അതിനെയാണ് കൗണ്ടർ ഇക്വട്ടോറിയൽ കറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് ഇക്വേറ്ററിൽ ഉണ്ടാകുന്ന കറൻസിനെ ഇക്വട്ടോറിയൽ കറൻസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ബൗണ്ടറീസിൽ ഉണ്ടാകുന്ന കറൻസിന് നമ്മൾ ബൗണ്ടറി കറൻസ് എന്ന് വിളിക്കും. ബൗണ്ടറി കറൻസ് രണ്ട് രീതിയിലാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഒന്ന് വെസ്റ്റേൺ ബൗണ്ടറി കറൻസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ബൗണ്ടറി കറൻസ് എന്ന് പറയുന്നത്. ഇത് വെസ്റ്റും ഈസ്റ്റും നമ്മൾ പറയുന്നത് കരയുമായി ബന്ധപ്പെടുത്തിയല്ല, മറിച്ച് ഓഷ്യൻ ബേസിനുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് നമ്മുടെ കരയുടെ വെസ്റ്റും ഈസ്റ്റും എല്ലാം മറിച്ച് കടലിന്റെ വെസ്റ്റും ഈസ്റ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ വെസ്റ്റേൺ സൈഡിലെല്ലാം വാം കറൻസ് ആയിരിക്കും. അതായത് വെസ്റ്റേൺ സൈഡിലുള്ള കറൻസിനെല്ലാം ചൂടായിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ ഈസ്റ്റേൺ കറൻസിനെല്ലാം, ഈസ്റ്റേൺ ബൗണ്ടറി കറൻസിനെല്ലാം തണുപ്പായിരിക്കും, അല്ലെങ്കിൽ അവരെല്ലാം കോൾഡ് കറൻസ് ആയിരിക്കും എന്നർത്ഥം. അപ്പൊ നമ്മള് പറഞ്ഞു തുടങ്ങിയ ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാം കറണ്ട് ആണ്. അത് വെസ്റ്റേൺ ബൗണ്ടറി കറണ്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷന്റെ വെസ്റ്റേൺ സൈഡിലൂടെയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ പസഫിക് ഓഷന്റെ ഈസ്റ്റേൺ സൈഡിൽ ഈസ്റ്റേൺ ബൗണ്ടറി കറണ്ട് ആയിട്ട് നമുക്ക് കാലിഫോർണിയ കറണ്ടിനെ കാണാം. ഈ കാലിഫോർണിയ കറണ്ടും ഒരു കോൾഡ് കറണ്ട് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ചു ഇക്വട്ടോറിയൽ കറണ്ടും ബൗണ്ടറി കറൻസും. അപ്പം ഇനി ബാക്കിയുള്ളത് അന്റാർട്ടിക് സർക്കംഫറൻസ് കറൻസ് ആണ്. അതായത് അന്റാർട്ടിക്ക് ചുറ്റുമുള്ള സർക്കംഫറൻസ് ചെയ്യുന്ന കറൻസ് ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കറൻസിന് ഒരു മെറീഡിയനൽ ബൗണ്ടറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ചുറ്റും
അന്റാർട്ടിക്കക്ക് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അന്റാർട്ടിക്കയിലെ ഈ ഐസ് ഷീറ്റുകളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഈ ഒരു കറൻസിന് വലിയ പങ്കുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കറൻസ് ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അത് തന്നെ നോർത്തേൺ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ കറൻസ് നമുക്ക് കാണാൻ സാധിക്കുക. അത് 13 കറൻസ് ആണ് നോർത്തേൺ അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ളത്. അതുപോലെ തന്നെ സദേൺ അറ്റ്ലാന്റിക് ഓഷ്യനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഏകദേശം 5ഓളം കറൻസ് ഉണ്ട്. അതായത് അവിടെ മൊത്തം അറ്റ്ലാന്റിക് ഓഷ്യനിൽ 18ഓളം കറൻസ് ഉണ്ടെങ്കിൽ പസഫിക് ഓഷ്യനിൽ നമുക്ക് ഏകദേശം 13ഓളം കറൻസ് കാണാം. അതായത് നോർത്തേൺ പസഫിക് ഓഷ്യനിൽ 8 കറൻസ് കാണാൻ സാധിക്കുകയാണെങ്കിൽ സൗത്ത് പസഫിക് ഓഷ്യനിൽ നമുക്ക് ഏകദേശം 6ഓളം കറൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഓഷ്യനിൽ നമുക്ക് ഏകദേശം 6ഓളം കറൻസ് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ഈ ഇത്തരത്തിലുള്ള വീഡിയോസും ഈ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷനും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഷ്യൻ കറൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓഷ്യൻ കറൻസി ഷിപ്പിന്റെ നാവിഗേഷനിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഓഷ്യൻ കറൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വേണം എന്നാണ് പറയുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.